അവഗണന ഏറ്റുവാങ്ങിയിട്ടും സ്നേഹത്തിന്റെ അമിതമായ ആസക്തിയിൽ സ്വന്തം ആത്മാഭിമാനം നശിപ്പിച്ചുകൊണ്ട് യാചനയോടെ നീ അയാൾക്ക് പിന്നാലെ പോയിട്ടുണ്ടാകും. അപ്പോഴൊക്കെയും നീ ചെയ്തു കൊടുത്ത നന്മകളൊക്കെയും മറന്ന് അയാൾ നിന്നെ പരിഹസിക്കുകയും പുച്ഛിച്ചുകൊണ്ട് കൂടുതലായി അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടാകും. നിന്റെ ആ മാനസിക അവസ്ഥയും ഹൃദയവേദനയും എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. നീ കൊടുത്ത സ്നേഹവും പരിഗണനയും ആത്മാർത്ഥതയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതല്ലാതെ ഒരിക്കലും അയാൾക്ക് നിന്നോട് അതേ മനസ്ഥിതി ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാത്രമാണ് നിനക്ക് മുമ്പിൽ മറ തീർത്തുകൊണ്ട് മറ്റു പ്രവൃത്തികളിൽ അയാൾ ഏർപ്പെട്ടത്. അർഹതയില്ലാത്തയിടത്ത് അമിതമായി നീ നൽകിയ സ്നേഹത്തിനും പരിഗണനയ്ക്കും പകരമായി ലഭിച്ച ശിക്ഷയായി മാത്രം ഇപ്പോഴത്തെ അവസ്ഥയെ കണ്ടാൽ മതി. ശരീരത്തിനേൽക്കുന്ന മുറിവ് ഔഷധം കൊണ്ട് ഉണക്കാൻ സാധിക്കും. മനസ്സിനേൽക്കുന്ന മുറിവ് ഉണങ്ങാൻ കുറച്ച് കാലതാമസം വരും. മനസ്സിനെ സ്വതന്ത്രമായി വിടുക. നിന്നിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ സാഹചര്യങ്ങൾ ഉറപ്പായും വന്നെത്തും. എന്നാൽ നിനക്ക് വേദനകൾ സമ്മാനിച്ച വ്യക്തി മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട്. ഈ ലോകത്ത് നിന്നെപ്പോലെ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും മറ്റാർക്കും സാധിക്കില്ല എന്ന സത്യം.